നമസ്കാരം, ഋഷി ഭക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. മെയ് 1-ാം തീയതി വ്യാഴൻ രാശി മാറുകയാണ്. രാഹുകേതുക്കളും വ്യാഴവും ശനിയും ഒക്കെയാണ് ഗോചര ഫലദാന വിഷയത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ. ആ ഗ്രഹങ്ങളൊക്കെ മെയ് 1 മുതൽ ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷക്കാലം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെയ് മാസം വളരെ നിർണായകമാണ്. മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നമുക്ക് ഇന്നൊന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. 12 രാശിക്കാരുടെയും പ്രത്യേകം ഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ ജന്മരാശിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം പ്രയാസങ്ങളൊക്കെ ആദ്യം നേരിടേണ്ടി വന്നേക്കാം. അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ചിലപ്പോൾ ലഭിച്ചു എന്ന് വരില്ല. പലപ്പോഴും കഷ്ടനഷ്ടങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. എന്നാൽ വ്യാഴത്തിന്റെ രാശിമാറ്റം മൂലം അനുകൂല ഫലങ്ങളെ ലഭിക്കുകയാണ്. പല കഷ്ടപ്പാടുകളും ചെറുതായിട്ടൊക്കെ മാറ്റമുണ്ടായി മാറി വരുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസമൊക്കെ ആഗ്രഹിക്കുന്ന മേടക്കൂറുകാർക്ക് അതിന് അനുകൂല സമയമാണ്. പണത്തിന്റെ കാര്യത്തിലൊക്കെ ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. വരുമാനത്തിന്റെ കാര്യത്തിൽ അല്പം കുറവും സംഭവിച്ചേക്കാം. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് മെയ് മാസത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അനുകൂല സമയമാണ്. ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് വിജയം കൈവരിക്കാൻ ഇടവക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹത്തിന് അനുകൂല സമയമാണ്. കൂടാതെ വാഹനയോഗത്തിനും അനുകൂലമാണ്. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഗുണപരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം. ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നതുമാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2-ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പിണങ്ങിയിരിക്കുന്നവർക്ക് ഒരുമിക്കാൻ ഏറ്റവും അനുകൂല സമയമാണ്. ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്ന സമയമാണ്. കൂടാതെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അനുകൂല സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിലും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വാക്കും പ്രവൃത്തിയും ഒക്കെ മിഥുനക്കൂറുകാർ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ആഗ്രഹിച്ച പോലൊക്കെ തുടർ പഠനത്തിനും ഉപരിപഠനത്തിനും ഒക്കെ അനുകൂല സാഹചര്യമുണ്ട്. വിവാഹത്തിന്റെ കാര്യത്തിലും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകാം. പുതിയ സംരംഭങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർ നേടിയെടുക്കാനും വിജയിപ്പിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ പൊതുവെ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതാണ്. ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. എന്നിരുന്നാലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യവുമുണ്ട്. പല കോണുകളിൽ നിന്നും എതിർപ്പുകളെയൊക്കെ നേരിടേണ്ടി വന്നേക്കാം. അതൊക്കെ ശ്രദ്ധിച്ചാൽ തരണം ചെയ്തു പോകാനും കർക്കിടക്കൂറുകാർക്ക് സാധിക്കും. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യന്റെ മാറ്റവും മറ്റും അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തുന്നതാണ്. പദവികളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്ന മാസമാണ്. പുതിയ ലോൺ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂല സമയമാണ്. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ആരംഭിക്കുന്നതിനും അനുകൂല സമയമാണ്. ബിസിനസ് സംബന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. ദാമ്പത്യ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കാം. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ഏത് കാര്യവും കൃത്യമായി ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അല്ലാത്ത പക്ഷം അതൊക്കെ വിപരീത ഫലത്തിൽ എത്തിയേക്കാം. അതായത് എല്ലാ തൊഴിലും കൃത്യമായി ചെയ്തു തീർക്കുന്നതിന് വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നർത്ഥം. അല്ലെങ്കിൽ അത് കൂടുതൽ വെല്ലുവിളികളായി തിരികെ വന്നേക്കാം. പൊതുവെ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ട സമയമാണ്. സാമ്പത്തിക കാര്യത്തിൽ അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. അത് കൃത്യമായി നിറവേറ്റുന്നതിന് ശ്രദ്ധിച്ചാൽ വിജയം കൈവരിക്കാൻ കന്നിക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. അടുത്തത് നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2-ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പിതാവിന്റെ സ്വത്ത് സംബന്ധമായി ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. വരുമാനത്തെ സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ ഉടലെടുത്തേക്കാം. അത് മറികടക്കുന്നതിന് ശ്രദ്ധിച്ചില്ല എങ്കിൽ വെല്ലുവിളികളെയൊക്കെ നേരിടേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. പ്രണയത്തിൽ ഒക്കെ തടസ്സമുണ്ടായേക്കാം.
അത് കൂടുതൽ വെല്ലുവിളികളിലേക്കും മനസമാധാന കുറവിലേക്കും ഒക്കെ മുന്നോട്ട് നയിക്കാം. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ചിലപ്പോൾ തടസ്സം ഉണ്ടായേക്കാം. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ചില മനക്ലേശത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മെയ് മാസം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഒരു ശരാശരി മാസം എന്ന് തന്നെ കരുതണം. എന്നാൽ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാഹചര്യമുണ്ട്. കർമ്മരംഗത്തെ പ്രതിസന്ധികളൊക്കെ വൃശ്ചികക്കൂറുകാർക്ക് ഇല്ലാതായേക്കാം. പലപ്പോഴും അനുകൂല മാറ്റങ്ങളും വൃശ്ചികക്കൂറുകാരെ തേടിയെത്തിയേക്കാം. സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടായേക്കാം. എന്നിരുന്നാലും ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ. യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. അടുത്തത് നമുക്ക് ധനുക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് സമൂഹത്തിലെ സ്ഥാനമാനങ്ങളൊക്കെ ഉയരുന്നതാണ്. ബിസിനസ്സിലൊക്കെ ആഗ്രഹിക്കുന്ന പോലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാഹചര്യമുണ്ടാകും. അച്ഛനുമായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളെ സൃഷ്ടിച്ചേക്കാം. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രകടനം നടത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയും പേരിനും പ്രശംസയ്ക്കും ഒക്കെ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. തൊഴിലിലൊക്കെ നിരവധി അവസരങ്ങൾ തേടിയെത്തുന്നതാണ്. അടുത്തത് നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് പല മേഖലകളിലും വിജയം കരസ്ഥമാക്കാൻ സാഹചര്യമുണ്ടാകും. പല കോണുകളിൽ നിന്നുമുള്ള പരിഗണന ഇവരെ തേടിയെത്തിയേക്കാം. പൊതുപ്രവർത്തകർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട്ടിൽ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും മംഗളകർമ്മങ്ങളും ഒക്കെ നടക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. പല കോണുകളിൽ നിന്നും സഹായ സഹകരണങ്ങൾ മകരക്കൂറുകാരെ തേടിയെത്തിയേക്കാം. ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുകയും സന്തോഷം നിറയുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഭക്ഷണക്രമത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യം മോശമാകാനുള്ള സാഹചര്യമുണ്ട്. അടുത്തത് നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ബിസിനസ് കാര്യങ്ങളിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് സാധിക്കുന്ന സമയമാണ്. ബിസിനസ്സുകാർക്കൊക്കെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകാം. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽ ലഭിക്കുന്നതാണ്. ബന്ധുക്കളിൽ നിന്നൊക്കെ കടം വാങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥയും വന്നുചേരാം. ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിനും കുംഭക്കൂറുകാർക്ക് വരുന്ന മെയ് മാസം അനുകൂലമാണ്. അടുത്തത് നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് മെയ് മാസത്തിൽ പല കാര്യങ്ങൾക്കും ക്ലേശിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പല കാര്യങ്ങളിലും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. അതൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ശീലിക്കുക. കൂടാതെ സാമ്പത്തിക കാര്യങ്ങളിലും പ്രശ്നങ്ങളെ നേരിടാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വരുന്ന മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലമായി 12 രാശിക്കൂറുകാർക്കും പറയാനുള്ളത്. 12 രാശിക്കൂറുകാരും ദോഷങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ലഭിക്കും. എല്ലാവർക്കും ജീവിതത്തിൽ നല്ല നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് അവരവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.